അയോധ്യയിലെ പോലെ കാശിയിലെ ഗ്യാൻവാപിയും മഥുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുനൽകണമെന്ന് കെ മുഹമ്മദ്. ഗ്യാൻവാപിയും ഷാഹി ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യമാണ്. രാമജന്മഭൂമി പോലെ പ്രാധാന്യമുള്ളതാണ് കൃഷ്ണജന്മഭൂമിയും. താൻ RSSകാരനോ BJPക്കാരനോ അല്ലെന്നും കെ മുഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. തർക്കഭൂമിയിൽ ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകനാണ് കെ മുഹമ്മദ്. ഇത് പ്രവണതയായി മാറാൻ പാടില്ല. പക്ഷേ അതിന് ചില കർത്തവ്യം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഈ 3 സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൃഷ്ണന്റെ ജന്മസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ ഇതിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവന്റെ സ്ഥാനം ഗ്യാൻവാപി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ സ്ഥലങ്ങളെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. ആ തമ്മിലുള്ള മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഈ വിടവ് നികത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ അവർ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, അയോധ്യയിലെ സുപ്രധാനമായ കോടതി വിധി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്ഷേത്രമുയരുന്നു. 22-ാം തീയതി ശിലാസ്ഥാപനമാണ്. ഇതിലൊക്കെ ശ്രീ കെ മുഹമ്മദിൻ്റെ പര്യവേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനയൊക്കെ വളരെ വലുതാണ്. അത്തരത്തിൽ ഒരു ചരിത്ര ഗവേഷകനാണ്, മറ്റുമാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് വളരെ പ്രധാനപ്പെട്ട ഈ പരാമർശം നടത്തുന്നത്. അയോധ്യയ്ക്ക് ശേഷം ഹിന്ദുക്കൾക്ക് വിട്ടുനൽകണം ഈ 2 പ്രധാന സ്ഥലങ്ങൾ, ഈ പള്ളികൾ എന്നാണ്. അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും രാജ്യത്ത് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ ഐക്യവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു സംഭാവന ഒരു പക്ഷേ നൽകിയേക്കും എന്ന ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് ഈ അയോധ്യയുടെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രസക്തമായ ഒരു വിഷയമാണ് ഈ ഘട്ടത്തിൽ ഇത് എന്ന് കരുതുന്നു. അനീഷ്, വളരെ പ്രധാനപ്പെട്ട പരാമർശം അദ്ദേഹം, നമുക്കറിയാം നേരത്തെ ഈ മറ്റ് വിഷയങ്ങൾ, അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, നിലപാടുകൾ പലപ്പോഴും ഉറച്ചു നിന്നു. RSSകാരനെന്നും BJPക്കാരനെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ടു. പക്ഷേ താൻ RSSകാരനോ BJPക്കാരനോ അല്ല, താൻ പഠിച്ച, താൻ കണ്ടെത്തിയ, താൻ ഗവേഷണം നടത്തിയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ, കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ എടുത്ത നിലപാടാണ് എന്ന് അസന്നിഗ്ധമായി എന്നും വ്യക്തമാക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ കെ മുഹമ്മദ്. ഇപ്പോൾ ഈ പുതിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ എങ്ങനെ വിശകലനം ചെയ്യണം? രഞ്ജിത്ത്, നമ്മൾ ഈ കാര്യത്തിന് മുമ്പ് അയോധ്യയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവവാസങ്ങളെ ആദ്യം ഒന്ന് അപഗ്രഥിക്കുകയാണെങ്കിൽ, ആദ്യഘട്ടത്തിലുണ്ടായ പര്യവേക്ഷണത്തിൽ കെ മുഹമ്മദ് അടക്കമുള്ള ശാസ്ത്രജ്ഞർ പങ്കെടുത്തിരുന്നു. ആ പര്യവേഷണം നടന്ന ശേഷം കൃത്യമായി അതിൻ്റെ ഒരു ഫലവും മറ്റുമൊന്നും പുറത്തുവിട്ടിരുന്നില്ല. 70കളുടെ അവസാനം നടത്തിയ പര്യവേക്ഷണമാണ്. എന്നാൽ ഇതിനു പിന്നാലെ JNUവിലെയും അലിഗഡ് സർവകലാശാലയിലുമൊക്കെ ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ചും ഇർവാൻ ഹബീബിയെ പോലുള്ള ആളുകൾ ഈ ബാബറി മസ്ജിദിൽ നടത്തിയ ഉദ്ഘാടനത്തിൽ യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെതായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ ലഭിച്ചില്ല എന്ന നിലപാട് കൃത്യമായി പുറത്തു പറഞ്ഞു. എന്നാൽ ഇതിനു പിന്നാലെ അതല്ല ശരി, അത് അവിടെ നിന്നും ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് ആദ്യം രംഗത്തെത്തിയ ഈ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് കെ മുഹമ്മദ്. അദ്ദേഹം ആണ് അന്ന് ചെന്നൈയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം അന്ന് പ്രത്യേകം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് ഇത്തരം കാര്യങ്ങൾ പറയുകയും അയോധ്യ വിഷയം അങ്ങനെ ഒരു സജീവ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. പിന്നീടാണ് BJPയും സംഘപരിവാറുമൊക്കെ ഈ അയോധ്യയിൽ ഊന്നിയുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുന്നതും പിന്നീട് നാട് കണ്ട എല്ലാ കാര്യങ്ങൾക്കും തുടക്കമാവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അന്വേഷണം ആവശ്യപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ വീണ്ടും ഒരു വിശദമായ പര്യവേക്ഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെടുന്നു. ആ അന്വേഷണ സംഘത്തിലും കെ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഉണ്ടാവുന്നു. ആ സംഘം വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുകയും ക്ഷേത്രത്തിന്റെ തൂണുകളുണ്ട്, ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം ഉണ്ട്, മേൽക്കൂര അടക്കമുള്ള ഭാഗങ്ങൾ ക്ഷേത്രത്തിന് സാദൃശ്യമുള്ളതാണ്. ഒപ്പം ഈ ആറാട്ട് നടത്തിയ ശേഷം അല്ലെങ്കിൽ ദേവന് സ്നാനം നടത്തിയ ശേഷം പുറത്തേക്ക് വരുന്ന വെള്ളം ഒഴുകുന്ന ഭാഗം
മുതലയുടെ രൂപത്തിൽ, അതായത് ഗംഗയുടെ സങ്കല്പത്തിലാണ് എന്നടക്കമുള്ള വളരെ വിശദമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ഈ അനുകൂലമായ ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ പര്യാപ്തമായ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അതായത് ആദ്യഘട്ടത്തിലും ഒരുപക്ഷെ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നോക്കിയാലും ഒരു നിയോഗമായി മാറിയത് കെ മുഹമ്മദാണ് എന്ന് നമുക്ക് പറയാം. കാരണം ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും പള്ളിയിൽ നിന്ന് ലഭിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഈ പര്യവേക്ഷണം നടത്തിയ സംഘത്തലവൻ പോലും മിണ്ടാതെ ഇരുന്നപ്പോൾ പുറത്തേക്ക് വന്ന് സർക്കാർ ജോലിക്കാരനായിരിക്കെ ആ ചട്ടങ്ങളൊക്കെ ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തി അതിന് പേരിൽ ഒരുപക്ഷെ അച്ചടക്ക നടപടി പോലും നേരിടേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയ ആളുമാണ് കെ മുഹമ്മദ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പുതിയ ഒരു വാദവുമായി ഈ നമുക്കറിയാം ഗ്യാൻവാപ്പിയിലും ഷാഹി ഈദ്ഗാഹിലും ഒക്കെ ഈ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ പള്ളികൾക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിലും മറ്റും കേസുകൾ നടക്കുന്നു. ഈ ഗ്യാൻവാപ്പിയിൽ ഭാഗികമായ സർവേ നടപടികൾ നടക്കുന്ന ഒരു സാഹചര്യം, അതിനുള്ളിൽ നിന്നും ഒരു ശിവലിംഗം കണ്ടെടുത്തുവെന്ന അവകാശവാദങ്ങൾ വരുന്നു. എന്നാൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീ കെ മുഹമ്മദിന്റെ ഈ പരാമർശം ചർച്ച ചെയ്യപ്പെടും.